എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒരിക്കൽ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ ഭർത്താവ് പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പ്രാർത്ഥിക്കുന്ന ചേട്ടൻ ഞങ്ങളുടെ അടുത്തുള്ളതാണ്. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ സംസാരിച്ചിരിക്കുക, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈ ചേട്ടൻ തിരുവോസ്തി ഇങ്ങനെ രക്തവും ഉം, മാംസ കഷ്ണങ്ങളായി മാറുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെ കുറേ ഫോട്ടോസ് ചേട്ടൻ കൊണ്ടുവന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഈ ദർശനം ഉണ്ടാവുകയും അതോടൊപ്പം ഇങ്ങനെ ഈ പച്ച രക്തത്തിൻ്റെ മണം വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പച്ച രക്തത്തിൻ്റെ മണം എനിക്കത് ഇഷ്ടമില്ലാന്ന് പറഞ്ഞു. ഇഷ്ടമില്ല എന്നല്ല, എനിക്ക് ഒരു ഇതാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ തിരുവോസ്തി ഇങ്ങനെ രക്തവും മാംസകഷ്ണമായി മാറി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പടത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു 2-3 മിനിറ്റുകൾ കഴിഞ്ഞപ്പം ഇങ്ങനെ തേക്കാത്ത ഒരു പെരയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് അന്ന്. ആ വീട്ടിലേക്ക് ഇങ്ങനെ ഞാനിങ്ങനെ വാതിൽക്കൽ നിൽക്കുന്നു. കുട്ടികൾ അപ്പുറമുണ്ട്, അമ്മയും അപ്പുറമുണ്ട്, ഈ ചേട്ടനും ഭർത്താവും ഇപ്പുറം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആ വാതിലിൽ കൂടെ ഒരു പ്രകാശം ഇങ്ങനെ ഉള്ളിലേക്ക് കടന്നു വരുന്ന അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഭിത്തിക്കൊക്കെ നല്ല കളർ, തേച്ചിട്ടില്ലല്ലോ, തേക്കാത്ത ഭിത്തിക്ക് ഒരു എരുളിമയാണ് സാധാരണ, പക്ഷെ നല്ല ഒരു പ്രകാശം ഇങ്ങനെ ഭിത്തി ഒക്കെ ഇങ്ങനെ പ്രകാശിച്ചിരിക്കുന്നു കാണുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു സുഗന്ധം, ഒരിക്കലും ഇല്ലാത്തൊരു സുഗന്ധം, എനിക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല, അങ്ങനെ ആദ്യമായിട്ട് അനുഭവപ്പെടുക. അങ്ങനെ ഒരു സുഗന്ധം ഇങ്ങനെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായിട്ട്, ഈ മുറിയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പച്ച രക്തത്തിൻ്റെ മണമില്ലെങ്കിൽ ദേ ഇപ്പോൾ ഒരു സുഗന്ധം വരുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയെന്ന് പറഞ്ഞു. അന്നേരം ഈ ചേട്ടൻ പറഞ്ഞു, ശരിയാണല്ലോ, ഒരു പ്രത്യേക സുഗന്ധം വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിമിഷ നേരത്തൊക്കെ എല്ലാവർക്കും ആ മണം സുഗന്ധം നന്നായിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മുറിയിൽ കുട്ടികളുടെ മുറിയിൽ അങ്ങനെ എല്ലാ മുറികളിലും വെച്ചിരുന്ന കൊന്തയിൽ മുഴുവനും സുഗന്ധം, ഭയങ്കരമായിട്ട് സുഗന്ധം അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ കൊന്ത കുറേ കാലത്തേക്ക് ഞങ്ങൾക്ക് സുഗന്ധം ഉണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ആ കൊന്ത നഷ്ടപ്പെടുകയും ചെയ്തത്. അതുവരെ ആ സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. ഇന്ന് വരെ ആ സുഗന്ധത്തിന് വേണ്ടി ഞാൻ നോക്കിയിട്ട് ഇതുവരെ എനിക്ക് ആ അനുഭവം പിന്നീട് ഉണ്ടായിട്ടില്ല. അത് മാതാവ് കടന്നു വന്നതായിരുന്നു, മാതാവിൻ്റെ സുഗന്ധമായിരുന്നു ഞങ്ങളുടെ ഭവനത്തിൽ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി.